Hi friends, നമ്മൾ ഇന്ന് 2 and 3 dimensional മോഷൻ്റെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2014 ഒരു പ്രോബ്ലമാണ്. The coordinates of a particle moving in xy plane at any instant of time t are x is equal to 4t square, y is equal to 3t square. The speed of the particle at that instant. അപ്പോൾ നമ്മൾ യൂണിഫോം മോഷൻ ആണെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. നമ്മൾ കണ്ടതുപോലെ എസ് ഈസ് ഈക്വൽ ടു നമ്മുടെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിൽ ഒരേ പ്ലെയിനിൽ മാത്രമല്ല പോകുന്നത്. ഒരേ പ്ലെയിൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എക്സ് ഉണ്ട്, വൈ പ്ലെയിൻ ഉണ്ട്. ഇത് രണ്ട് പ്ലെയിനിലുമുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് പ്ലേസിലും എക്സ് ഡയറക്ഷനിലും ഒരു വെലോസിറ്റി ഒരു മൂവ്മെൻ്റ് ഉണ്ട്, വൈ ഡയറക്ഷനിലും. അതായത് പാർട്ടിക്കിൾ നേരത്തെ എക്സിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു, ഇപ്പം വൈ 0 ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എക്സിനും വാല്യൂ ഉണ്ട്, വൈക്കും വാല്യൂ ഉണ്ട്. ഈ രണ്ട് വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്താണ് എക്സിൻ്റെ വാല്യൂ? ഇപ്പോൾ ഈ രീതിയിൽ തരാം, അല്ലെങ്കിൽ ചിലപ്പം എ ഈക്വൽ ടു എ എക്സ് ടി സ്ക്വയർന്നോ പ്ലസ് എ വൈ ടീന്നോ അങ്ങനെയൊക്കെ തരാം. എന്ത് വേണമെങ്കിലും തരാം. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4t സ്ക്വയർ, വൈയുടെ വാല്യൂ 3t സ്ക്വയർ. നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ വെലോസിറ്റി നമ്മൾ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കാം. വി എക്സ് ഇസ് ഈക്വൽ ടു ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതില്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ അത് പഠിക്കുന്നുണ്ടാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് അറിയുന്നുള്ള രീതിയിൽ ഞാൻ എഴുതുവാണ്. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എന്താണ് ഡി എക്സ് ബൈ ഡി ടി? ഡി ബൈ ഡി ടി ഓഫ് 4t സ്ക്വയർ. എത്ര കിട്ടി നമുക്ക്? 4 പുറത്തെടുത്തു. ടി സ്ക്വയറിൻ്റെ വരുമ്പം 2 ഇൻറ്റു ടി, അതായത് 8t. ഇതെങ്ങനെ വന്നെന്നറിയാമല്ലോ. ഡിഫറൻഷിയേഷൻ ഓഫ് 4 പുറത്തേക്ക് എടുത്തു. ടി സ്ക്വയറിൻ്റെ 2 ഇൻറ്റു ടി വന്നു. ഇനി വി വൈ, വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എത്രയാണ് വൈൻ്റെ വാല്യൂ ഉള്ളത്? 3t സ്ക്വയർ. 3t സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. അപ്പോൾ പിന്നെയും നമുക്ക് കിട്ടും 3 ഇൻറ്റു 2t ഈക്വൽ ടു 60. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞത്? നമുക്ക് നേരത്തെ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നമുക്ക് രണ്ട് വെലോസിറ്റി ഉണ്ട് ഇൻ ടേംസ് ഓഫ് ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. സോ റിസൾട്ടൻ്റ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 8t ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ എത്രയാണ്? 60. അപ്പോൾ 6t ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ്? 8t ദ ഹോൾ സ്ക്വയർ എന്നിട്ട് 64t സ്ക്വയർ പ്ലസ് 36 ടി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 100t സ്ക്വയർ. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 100ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10t ആണ് നമ്മുടെ റിസൾട്ടൻ്റ്. അത് ഫസ്റ്റ് തന്നെ 10t ആണ്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ സിമ്പിളാണ്. എക്സ് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, വൈ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡയമെൻഷണൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ വെലോസിറ്റി എങ്ങനെ കാണാം? ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ എല്ലാം ഇൻ ടേംസ് ഓഫ് ടി ആണ്, വേരിയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ രണ്ട് ഡയമെൻഷൻ ഉള്ളതുകൊണ്ട് എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് നമ്മൾ അതിനെ വി എക്സ് ആദ്യം കണ്ടുപിടിക്കുക, വി വൈ കണ്ടുപിടിക്കുക. അത് കൂട്ടാൻ പാടില്ല. എപ്പോഴും കുട്ടികൾ മിസ്റ്റേക്ക് പറ്റുന്നത് അവിടെയാണ്. അത് ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് വയ്ക്കരുത്. 8t കിട്ടി, 6t കിട്ടി, അത് കൊണ്ട് അങ്ങോട്ട് എഴുതും. ഭാഗ്യത്തിന് അതിൻ്റെ റീഡിങ് ഇല്ല, ആൻസർ ഇല്ല. അങ്ങനെ ഒരു ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതുകൊണ്ട് എഴുതും. അങ്ങനെ ആഡ് ചെയ്യരുത്. പകരം അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അതായത് എക്സ് ഡയറക്ഷനിൽ നമുക്ക് എത്ര കിട്ടും? 8t കിട്ടി. വൈ ഡയറക്ഷനിൽ നമുക്ക് 6t കിട്ടി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ്.
ഇത് 60, ഇത് 80. അപ്പം പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എടുത്തതാണ്, ഈ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് y ഡയറക്ഷൻ, ഇത് x ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് x² + y² √. അപ്പോൾ x² നമുക്ക് എന്താണെന്നറിയാം, വി എക്സ് എന്താണെന്നറിയാം, വി ടി എങ്ങനെ, വി വൈ കിട്ടി, എക്സ് കിട്ടി, വൈ കിട്ടി. ഇത് പല രൂപത്തിൽ കാണാം. ചിലപ്പം തന്നേക്കുന്നത് 4t ഒരു എസ് എന്നും പറഞ്ഞിട്ട് SXY എന്ന് പറഞ്ഞിട്ട് 4t² + 3t² എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അത് കാണുമ്പോൾ പേടിച്ച് പോകരുത്. ഡയറക്റ്റ്ലി നമുക്ക് ഇതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കണം, ഇതാണ് വൈൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി അവർ തന്നിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും വൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. നമുക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും തരുന്നുണ്ടാവും. നമുക്ക് ആഡ് ചെയ്യുക. 66, 36, 100 കിട്ടി. 100ൻ്റെയും t² സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ്സ് 10t. സോ ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ. ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത് ഒന്ന് ഓഫ് ചെയ്തേരെ, ഞാൻ മറന്നുപോയി. അയ്യോ അല്ല എന്നാ കഥ കിടക്കുന്നത്. ഇത് 2023 പ്രോബ്ലം ആണ്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ്, പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ പറഞ്ഞിട്ടുണ്ട് എ. ദാറ്റ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് പോസിറ്റീവ് വൈ ആക്സിസ്. ആ ആക്സിലറേഷൻ പോസിറ്റീവ് വൈ ആക്സിസുമായിട്ട് എത്ര ആംഗിളിലാണ് പോകുന്നത്? 60 ഡിഗ്രിയിൽ ഒരു ആക്സിലറേഷൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ആക്സിലറേഷനോടെയാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാലോ, വാല്യൂ ഓഫ് എസ് എലോങ് വൈ ആക്സിസ് എത്രയാണ്? 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് നമുക്ക് 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ടൈം 2 സെക്കൻഡ്സ്. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിരിക്കുന്നത്. അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് അറിയാം. പിന്നെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷനാണ്. ആ ആക്സിലറേഷൻ ആണ് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അത് ദാറ്റ് മേക്സ്. അപ്പോൾ നോക്കാം, ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. എ ഈസ് ദ ആക്സിലറേഷൻ. ദാറ്റ് മേക്സ് ആൻ ആംഗിൾ, എത്ര ആംഗിളാണ് ഉണ്ടാക്കുന്നത്? അത് 60 ഡിഗ്രി. 60 ഡിഗ്രി വിത്ത് വൈ ആക്സിസാണ് പറഞ്ഞേക്കുന്നത്, പോസിറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ആയിരുന്നു, ഇങ്ങോട്ടായിരുന്നു തന്നെ. അപ്പോൾ പോസിറ്റീവ് വൈ ആക്സിസുമായിട്ട് ഒരു 60 ഡിഗ്രി ഉണ്ടാക്കുന്ന, 60 ഡിഗ്രി മാറിയിട്ടാണ് മാറിയിട്ടുള്ള ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ അതാണ് പറഞ്ഞേക്കുന്നത്. ആ ഡയറക്ഷൻ പോസിറ്റീവ് വൈ ആക്സിസിൽ നിന്ന് 60 ഡിഗ്രി മാറിയിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ എലോങ് വൈ ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് നമുക്കുടെ ഇക്വേഷൻ അറിയാമല്ലോ, എസ് ഈസ് ഈക്വൽ ടു ut + ½ at². ഇതാണ് നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്കിതിനകത്ത് ഈ ut എന്ന് പറയുന്നത് എന്തായാലും u0 ആയതുകൊണ്ട് അത് 0 ആയി പോകും, ഈ ടേം ഇല്ല. അപ്പോൾ നമുക്കിവിടെ 2 ഡയറക്ഷൻ ഉണ്ട്. എസ് വൈയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എലോങ് വൈ ആക്സിസ്. എസ് വൈയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത് 10 മീറ്റർ. അപ്പം എസ് വൈ നമുക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി തന്നിട്ടുണ്ടോ? ടി എത്രയാണ് തന്നേക്കുന്നത്? ഇൻ ടൈം 2 സെക്കൻഡ്സ്, 2 സെക്കൻഡിലാണ്. ഇഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ പോകാൻ വേണ്ടിയിട്ട് 2 സെക്കൻഡ് എടുത്തിട്ടാണ് അത് 10 മീറ്റർ മൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എയിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഈ 2 സെക്കൻഡ് കൊണ്ട് ഈ പാർട്ടിക്കിൾ 10 മീറ്റർ മൂവ് ചെയ്തു. ഏത് ഡയറക്ഷനിലെയാണ് മൂവ്മെൻറ്റ്? വൈ ആക്സിസിലെ മൂവ്മെൻ്റ് ആണ് പറഞ്ഞത്. എക്സ് ആക്സിസിലും ചിലപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകും, അത് നമുക്ക് തന്നിട്ടില്ല. വൈ ആക്സിസിലെ മൂവ്മെൻ്റ് ആണ് തന്നേക്കുന്നത്. ഇനിഷ്യലി u0 ആയതുകൊണ്ട് നമുക്കത് 0 ആക്കി എടുക്കാം. നമുക്ക് കൊടുക്കാമല്ലോ, എസ് വൈ ഇസ് ഈക്വൽ ടു ½ എ. അപ്പം എ വൈ ഡയറക്ഷനിൽ എടുക്കുമ്പം നമുക്ക് ഈ എയും എ വൈ ഡയറക്ഷനിലെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. എ വൈ ഡയറക്ഷനിലെ, എക്സ് ഡയറക്ഷനിലെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ എക്സ് എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് വൈ ആയതുകൊണ്ട് വൈ ഡയറക്ഷനിൽ എ വൈ എടുക്കാം. ടി ഏത് ഡയറക്ഷനിലാണെങ്കിലും സെയിം ആണ്, t². അപ്പോൾ 10 ഇസ് ഈക്വൽ ടു ½ ഓഫ്. ഇനി എ വൈ എന്ന് പറഞ്ഞാൽ എന്താ? എ നമുക്കറിയാം, അല്ല എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ വൈ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്.
അപ്പം എ വൈ നമ്മുടെ ട്രയാങ്കുലർ ലോ എടുത്ത് നോക്കിക്കേ. ഈ ട്രയാങ്കിൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി. ഓക്കെ, ഇത് 30. എ വൈ എന്ന് പറയുന്നത് ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കാൻ പറ്റും? എയിൻ്റെ എന്താണ് 60 ഡിഗ്രി? ഇത് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് cos 60 എടുക്കാം. cos 60 is equal to എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് എ വൈ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഓക്കെ, അതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. ഈ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ഒരു ട്രയാങ്കിളാണ് ഇതിൻ്റെ മെയിനുള്ള ആക്സലറേഷൻ. അതിൻ്റെ വൈ കമ്പോണൻ്റ് ആണ് നമുക്ക് വേണ്ടത്, വൈ കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം എ വൈ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ അല്ലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് 60. കോസ് 60 കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാനിത് വരച്ചത്. അപ്പോൾ ഇത് 1 ആണ്, ഇത് 30, ഇത് 60, ഇത് 2, ഇത് √3. അപ്പോൾ cos 60 എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഈ 60 വെച്ചിട്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ cos 60 കിട്ടി. അപ്പം നമ്മുടെ എ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എ വൈ ആണേ, അതങ്ങോട്ട് കൊടുക്കാം അല്ലേ. മോഡുലസ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു cos 60 ഇൻറ്റു ടി സ്ക്വയർ. ടി എത്രയാണ് നമുക്ക്? 2 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു cos 60 ആണ് നമുക്ക് ഹാഫ് പറഞ്ഞേക്കുന്നത്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2. P2 ക്യാൻസൽ ചെയ്യും, E2 ക്യാൻസൽ ചെയ്യും, E2 ക്യാൻസൽ ചെയ്യും, E2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓപ്ഷനിലുണ്ടോ? 10 എന്താ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവ 2 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ പഴയ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇത് 2 ഡയറക്ഷനിലാണ് പോകുന്നത്, 2 പ്ലെയിനിലാണ്, XY പ്ലെയിനിലായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് SY തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Y ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് മാത്രം ശ്രദ്ധിക്കുക. ഇനി X ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മളിവിടെ AX ആയിരുന്നേനെ. AX ആകുമ്പോൾ എന്താകും? AX എയിൻ്റെ ഈ 60 ഡിഗ്രി ഇവിടെയാണ് തന്നിരുന്നതെങ്കിൽ നമ്മളത് ബാക്കി 30 അല്ലേ, 30 എടുക്കേണ്ടി വന്നേനെ AX കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് 60 ആകുമ്പോൾ ഇത് 30 ആണ്. അപ്പം നമുക്ക് cos 30 വെച്ച് ചെയ്യേണ്ടി വന്നേനെ AX വരുമ്പോൾ. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് അതൊന്നുമല്ല, AY ആണ്. തിരിച്ചു വന്നാലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഈ 60 ഡിഗ്രി ഇതൊക്കെ അന്നേരം വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്. നമുക്ക് വാല്യൂ ചിലപ്പോൾ അവർ വാല്യൂ തരും, തന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കണം, തെറ്റിപ്പോകരുത്. 60 cos 30 cos 60 എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കുക. ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണോ ചെയ്യേണ്ടത്? T തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് കീം 2025 പ്രോബ്ലം ആണ്. എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, ഇതിലും സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. മൂവ് സച്ച് ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ വേരീസ് വിത്ത് ടൈം ആസ്. ഇപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 60 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 4 സെക്കൻഡ്സ്. വെലോസിറ്റി കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡ്സിന് ശേഷമുള്ള വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. നമുക്ക് എഴുതാം. A ഈസ് ഈക്വൽ ടു 60 എന്ന് തന്നിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 4 സെക്കൻഡ്സ്. പിന്നെ അറ്റ് റെസ്റ്റ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്, അതുകൊണ്ട് റെസ്റ്റ് U ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. നമുക്ക് നമ്മുടെ 2-3 രീതിയിൽ ഇത് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് വെലോസിറ്റിയാണ്. അല്ല, ഇൻ്റഗ്രേഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ആക്സിലറേഷനാണ്, ADT. അപ്പം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി ഇവർ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ A തന്നിട്ടുണ്ടല്ലോ ഡയറക്റ്റായിട്ട് 60 × dt. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
അറിയാമെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 × t²/2 അല്ലേ? ഇത് 3 6 3t² ആണ്. അപ്പം നമുക്ക് ടീൻ്റെ വാല്യൂ അറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് 3t², 3 × t എത്രയാണ് തന്നേക്കുന്നത്? 4 seconds. 4 × 4 4 4 16 16 3 14 14 48. അപ്പോൾ 48 m/s ആണ് എന്താണ് വാല്യൂ ഓഫ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കിട്ടി, അതുള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ ഇത് തന്നെയാണ്. നമുക്ക് മറ്റതും കൂടെ ചെക്ക് ചെയ്യാം. എന്താ ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ നോക്കാം. രണ്ട് രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വെലോസിറ്റി അല്ലേ? വി ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ വി എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇൻ്റഗ്രൽ 3t² ആണ് വി ഇൻറ്റു ഡി ടി. 3t² എങ്ങനെ എഴുതാം? 3t³ 3. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യും, ബാക്കി t³ ആണ്. t³ എത്രയാണ് നമുക്ക്? ടി എത്രയാണ് നമുക്ക് കിട്ടിയത്? ടി എന്ന് പറയുന്നത് നമ്മുടെ 4 seconds. അപ്പോൾ 4 × 4 അപ്പോൾ 4 16 16 4 64 64 മീറ്ററാണ് എന്ത്? ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഡൗട്ട് വരുന്നൊരു കേസുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ഡി ടി അല്ലേ? അപ്പം നമുക്ക് ഇൻ്റഗ്രൽ 60 dt വന്നു. അപ്പം നമുക്ക് ഉത്തരം 3t² കിട്ടി. അതിൻ്റെ കൂടെ നമുക്കൊരു കോൺസ്റ്റൻറ്റും കൂടെ വരും. എപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്താലും നമുക്കൊരു കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി വി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആണ്. ടിക്ക് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 + c. അപ്പോൾ c നമുക്ക് 0 കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ എടുത്തത്. പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. സെയിം കേസ് തന്നെ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അടുത്തതിൻ്റെ കേസിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിലും സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ, 0 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 ടൈമിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും 0 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടത്തെയും നമുക്കൊരു ഇത് കഴിഞ്ഞാൽ 3t² കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് അവിടെയും വരും. ആ കോൺസ്റ്റൻറ്റ് ദാറ്റ് ബിക്കം 0. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞത്. അതൊരു ഡൗട്ടായിട്ട് തോന്നണ്ടെന്ന് കരുതി അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ കാണുക, ആൻസർ ഡിസ്കഷൻ നോക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. വെറുതെ ഓടിച്ചോടിച്ച് കണ്ടുപോയിട്ട് കാലം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം നമുക്ക് മനസ്സിലായെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ പിന്നെയും നമ്മളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, പേപ്പർ പേന എടുക്കുക. ഒരു മിനിറ്റ് പെട്ടെന്ന് വലിയ സമയമൊന്നും ഇതിന് പോകത്തില്ല. പെട്ടെന്ന് നമ്മൾ ചെയ്ത് മാറുക. ചെയ്യാത്തപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷനിലേക്ക് പോവുക. ആൻസർ കിട്ടിയെങ്കിൽ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള വേറെ പ്രോബ്ലംസോ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ആ ഒരു ടെംപ്ലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേമാതിരി ഉള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.